ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഉച്ചയൂണ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഇച്ചിരി ബീൻസ് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ബീൻസും നമ്മുടെ സവാളയും കൂടെ സവാള കൊത്തി അരിഞ്ഞ് ബീൻസും അരിഞ്ഞ് ഒരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ബീൻസ് എല്ലാം ഒന്ന് കഴുകി മാറ്റിയെടുത്തിട്ട് അതെല്ലാം നല്ലപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേ. പിന്നെ നമ്മുടെ സവാള അതുപോലെ തന്നെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു സവാള എടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള എടുത്ത് അതും ഒന്ന് നല്ലപോലെ ഇങ്ങനെ കൊത്തി ഒന്ന് അതും അരിഞ്ഞ് എടുത്തിട്ടുണ്ടേ. പിന്നെ ഡയറക്റ്റ് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകും അരിഞ്ഞിടുന്നില്ല. പച്ചമുളക് ജസ്റ്റ് ഒരെണ്ണം ചതച്ചിടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമ്മുടെ ബീൻസും സവാളയൊക്കെ അരിഞ്ഞ് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് തിരികെയെടുത്ത് ഇതങ്ങ് അടുപ്പത്തോട്ട് വെക്കാൻ പാൻ വെക്കുവാണ്. പാൻ വെച്ച് പാനിനകത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ്റെ വക അതിനകത്തോട്ടങ്ങ് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒന്ന് തത്തിപ്പൊത്തി വെക്കണം. ബീൻസ് ആകുമ്പം അത് വെന്ത് വരാൻ കുറച്ച് താമസമായിരിക്കും. സവാള പെട്ടെന്നങ്ങ് വാടും, പക്ഷേ ബീൻസ് വേവാൻ താമസം. അതും എൻ്റെ കയ്യിലിരുന്ന ബീൻസ് അത്ര നല്ല ബീഫ് നല്ല ഇച്ചിരി മുറ്റിയ ബീൻസായിരുന്നു, അതുകൊണ്ടത് വേവാൻ നല്ല താമസമായിരുന്നു. അപ്പോൾ ഞാൻ അതും അടുപ്പത്തോട്ട് വെച്ച് ആ സമയം കൊണ്ട് തേങ്ങയും ആവശ്യത്തിനുള്ള ഒരു പച്ചമുളകും 2 ചുവന്നുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് അതും ഒന്ന് ചതച്ച് ആ സമയം കൊണ്ടങ്ങ് എടുത്തു. ഞാനപ്പം ബീൻസ് വെന്തോന്നൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് നോക്കി, പക്ഷേ നല്ലപോലെ വെന്തില്ല. ബീൻസ് വേവാനേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ തത്തിപ്പൊത്തി അങ്ങ് അടുപ്പത്തോട്ടങ്ങ് വെച്ചു. ബീൻസ് വെന്തില്ലെങ്കിൽ അത് കടിച്ചാൽ അത് കൊള്ളത്തില്ല. അപ്പം അത് തത്തിപ്പൊത്തി വെച്ചിട്ട് ഞാൻ വിചാരിച്ചെന്നാൽ അതിനകത്തോട്ട് തന്നെ നമ്മുടെ തേങ്ങയെ അങ്ങ് ചതച്ചതങ്ങ് ചേർത്ത് അതുകൂടെ അങ്ങനെ തത്തിപ്പൊത്തി അങ്ങ് വെച്ചു. അപ്പോൾ ആ ഒരു ആവിയിൽ ഒന്നുകൂടെ അത് വേവട്ടെന്ന് വിചാരിച്ചേ. അതും അങ്ങനെ വെച്ച് ഒരു 2 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് ഞാൻ നമ്മുടെ തേങ്ങ എല്ലായിടത്തോട്ടും ഒന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് ചേർത്ത് നമ്മുടെ ബീട്രൂട്ട് തോരൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ബീട്രൂട്ട് തോരനായിട്ടുണ്ട്. പിന്നെ മീൻ കിട്ടിയായിരുന്നു, നല്ല ചൂരയാണ്. അപ്പോൾ ചൂരയില്ലാതെ നമുക്കിവിടെ ഒരു ആഘോഷമില്ല. ചേട്ടന് ചൂരയാണ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ. അപ്പോൾ ചൂര മിക്കവാറും കാണും ഇവിടെ. നമ്മൾ ചൂരയില്ലാതെ ചേട്ടന് പറ്റത്തില്ല. ഇപ്പോൾ ചൂര ഞാനിന്ന് വേറൊരു രീതി വെക്കാമെന്ന് വിചാരിച്ചു. രീതി എന്ന് പറഞ്ഞാൽ കൂട്ടൊക്കെ എല്ലാത്തിൻ്റെയും ഒന്ന് തന്നെയാണ്, പക്ഷേ വെക്കുന്ന രീതി വേറൊരു രീതിയിലാണ് ഇന്ന് വെക്കുന്നത്. ഇവിടെ ഇത് ചേട്ടൻ്റെ അമ്മ വെക്കുന്ന രീതിയാണ്. ഡയറക്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഡയറക്റ്റ് മൂപ്പിക്കാതെ ഇതിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളി ആവശ്യത്തിനുള്ള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനിനകത്തോട്ട് ഡയറക്റ്റ് മൂപ്പിക്കാതെ ഇഞ്ചി കൊത്തി അരിഞ്ഞ് ആവശ്യത്തിനുള്ള ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞങ്ങ് ഇട്ടു. അതിനകത്തോട്ട് തന്നെ ഒരു 3 പച്ചമുളകും കൂടെ കീറി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പരിപാടി ചെയ്യത്തുള്ളേ. അപ്പോൾ ആ സമയത്തിന് എൻ്റെ മുളക് പൊടി തീർന്നു പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ പാത്രത്തിലൊന്നും ആക്കിയില്ല. അപ്പം മീനിനെടുക്കണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ചിന്തിച്ചത് അതെടുത്ത് വെക്കണമല്ലോ. അപ്പോൾ അതും കാശ്മീരി ചില്ലിയാണ് എടുക്കുന്നത്. അതും നമ്മുടെ പാത്രത്തിനകത്തോട്ടാക്കി അതും അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വന്ന മുളക് പൊടി ഞാനങ്ങ് ഒരു റബ്ബർ ബാൻഡിട്ട് കെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കടായി അങ്ങോട്ട് അടുപ്പത്തോട്ട് വെച്ച് ചീനിച്ചട്ടിയോ കടായിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വെക്കുക. അപ്പോൾ നമ്മുടെ കടായി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും അങ്ങ് പൊട്ടിച്ചു. കടുക് അങ്ങോട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് ഞാനൊരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുള്ളൂ. അരിഞ്ഞ് വെച്ചിരുന്ന വെളുത്തുള്ളി ഞാൻ അങ്ങോട്ടിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില എൻ്റെ മൊത്തത്തിൽ ഉണങ്ങിക്കരിഞ്ഞ കറിവേപ്പിലയായിപ്പോയി. ശരിക്കും ഒരു പ്രയോജനം മണമൊന്നും ഇല്ല, മണമൊക്കെ പോയതായിരുന്നു. അതോ ഇനി എനിക്ക് പനിയുള്ളതുകൊണ്ട് മണം അറിയാത്തതാണോന്ന് അറിഞ്ഞുകൂടാ. കറിവേപ്പില ഉള്ളതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്ത് കറിവേപ്പില ഇട്ട് വെളുത്തുള്ളി ഇട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാൻ ഒരു 2 പിഞ്ച് നമ്മുടെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് അതൊന്ന് ഇളക്കി അതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്തങ്ങ് കരിയത്തില്ല. നമ്മൾ തീയും കുറച്ചിട്ടേക്കാണ് നല്ലപോലെ ഇളക്കി അത് ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും അതിനാവശ്യമുള്ള വെള്ളം ചേർത്ത് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് അതൊന്ന് തിളയ്ക്കുക. അപ്പോൾ നമ്മുടെ നല്ലപോലെ തന്നെ തിളയ്ക്കുന്ന ആ എണ്ണയ്ക്കകത്ത് തന്നെ എണ്ണ കൂടുതലും എന്നാലും കുഴപ്പമില്ല. ഇച്ചിരി എണ്ണ മീൻ കറിക്കൊക്കെ സ്വല്പം കൂടുതലിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് നല്ലപോലെ ഒന്ന് ഇളക്കി ആവശ്യത്തിന് നല്ലപോലെ വെള്ളം ഒഴിച്ച് അത് ഇനി തിളയ്ക്കണം. ഈ അരപ്പെല്ലാം കൂടി നല്ലപോലെ തിളയ്ക്കണം.
ഒരു 3 നമ്മുടെ മീൻ പുളി ഇട്ടിട്ടുണ്ട്. അരപ്പ് തിളച്ച് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ മീനിടുന്നില്ല. ഈ തിളച്ച അരപ്പ് നമ്മൾ ഡയറക്റ്റ് ചട്ടിയിലോട്ടങ്ങ് ഒഴിച്ച് കൊടുക്കുവാണ്. അമ്മ ഇങ്ങനെയാണ് ചെയ്യുന്നത് വീട്ടിൽ. ഏട്ടൻ്റെ അമ്മ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നങ്ങനെ ചെയ്യുക ഞാനും. അപ്പം നമ്മുടെ തിളച്ച ആ കൂട്ടെല്ലാം കൂടെ നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഒഴിച്ച് ചട്ടി അങ്ങ് അടുപ്പത്തോട്ട് വെക്കുക. ഇനി അവിടെ ഇരുന്ന് അത് പതുക്കെ പറ്റണം. അപ്പം ഞാനിനി പതുക്കെ അതവിടെ ഇരുന്ന് പറ്റണം. അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ ആ ഉലുവ ഇട്ടില്ലായിരുന്നു. കടുക് വറുക്കുന്ന സമയത്ത് ഞാൻ ഉലുവ ഇട്ടില്ല. ഉലുവ നമ്മുടെ നല്ലപോലെ തിളച്ചതൊന്ന് പറ്റാറാവുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി ഉലുവ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഉലുവാപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഉണ്ടായിരുന്നു, അതും നല്ലപോലെ ഒന്ന് ചേർത്ത് അങ്ങനെ നല്ല സൂപ്പർ കുറുകിയ ചൂരക്കറി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.